അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ഉറുദുവിൽ പഠിക്കാൻ പോകുന്നത് ഒരു ചെറിയ കഥയാണ്. 3 മത്സ്യങ്ങളുടെ കഥ. അതിൻ്റെ ആ കഥയിലൂടെ നമുക്കൊരു ചെറിയ ഒരു ഉപദേശം നൽകാനാണ് ആ കഥാകൃത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കഥ പറയുന്നില്ല, നമുക്ക് വഴിയെ കഥ മനസ്സിലാക്കിയിട്ട് പോവാം. പാഠത്തിൻ്റെ പേര് തീൻ മച്ലിയാം. തീൻ മച്ലിയാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും എന്താ അർത്ഥം. 3 മത്സ്യങ്ങൾ. 3 മത്സ്യങ്ങളുടെ ഒരു ചെറിയ കഥയാണ് നമ്മളിവിടെ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക. തീൻ മച്ലിയാം. മച്ലി എന്ന് പറഞ്ഞാൽ മത്സ്യം. മച്ലി എന്നതിൻ്റെ ജം ആണ് മച്ലിയാം. സാധാരണ ഉറുദു ഭാഷയുടെ ഒരു പൊതുവായ കായികയാണ് അവസാനം ഒരു ഇസ്മ യാ കൊണ്ട് ചോട്ടിയെ കൊണ്ട് അവസാനിക്കുകയാണെങ്കിൽ അതിനെ ജം ആക്കാൻ ആ ഇസ്മിൻ്റെ അവസാനത്തിൽ അലിഫും പുള്ളിയില്ലാത്ത നൂനും ചേർത്ത് കൊടുത്താൽ മതി. മച്ലി മച്ലിയാം, ലടുക്കി ലടുക്കിയാം പോലെ. അപ്പോൾ തീൻ മച്ലിയാം എന്ന് പറഞ്ഞാൽ 3 മത്സ്യങ്ങൾ. ഈ 3 മത്സ്യങ്ങളാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഇവയെ പ്രധാന കഥാപാത്രങ്ങളാക്കിക്കൊണ്ടുള്ള ചെറിയൊരു കഥയാണ് ഇന്നിവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കഥ നോക്കാം. ഏക് താലാബ് മേ തീൻ മച്ലിയാം രഹ്തി തി. ഒരു കുളത്തിൽ 3 മത്സ്യങ്ങൾ താമസിച്ചിരുന്നു. तीनों की सोच अलग अलग थी. पहले के सामने अगर कोई उलझन आती तो वो फौरन उसे सुलझाने की कोशिश करती, किसी की राह नहीं देखती थी. എന്താ പറഞ്ഞത്? ഏക് താലാബ് മേ തീൻ മച്ലിയാം രഹ്തി തി. ഒരു കുളത്തിൽ 3 മത്സ്യങ്ങൾ താമസിച്ചിരുന്നു. താലാബ് എന്ന് പറഞ്ഞാൽ കുളം. തീൻ മച്ലിയാം 3 മത്സ്യങ്ങൾ. രഹ്ന എന്ന് പറഞ്ഞാൽ താമസിക്കുക. രഹ്തി ഥി താമസിച്ചിരുന്നു. ഥി എന്നൊക്കെ പറഞ്ഞാൽ ആയിരുന്നു എന്നർത്ഥമാണ് ഉറുദുവിൽ. ഹേ എന്ന് പറഞ്ഞാൽ ആകുന്നു. എന്ന് പറഞ്ഞാൽ ആയിരുന്നു. അപ്പോൾ ഏക് താലാബ് മേ തീൻ മച്ലിയാം രഹ്തി ഥി. ഒരു കുളത്തിൽ 3 മത്സ്യങ്ങൾ താമസിച്ചിരുന്നു. തീനോ കി സോച്ച് അലഗ് അലഗ് തി. 3 പേരുടെയും ചിന്ത വ്യത്യസ്തമായിരുന്നു. വ്യത്യസ്ത ചിന്താഗതിക്കാരായിരുന്നു എന്നർത്ഥം. എല്ലാവരും ഒരേ രൂപത്തിൽ ചിന്തിക്കുന്ന ആളുകളായിരുന്നില്ല. 3 മത്സ്യങ്ങളും വ്യത്യസ്ത ചിന്തയുള്ള ആളുകളായിരുന്നു. തീനോം കി സോച്ച്. തീനോം എന്ന് പറഞ്ഞാൽ 3 പേരുടെയും. തീനോം കി സോച്ച് 3 പേരുടെയും ചിന്ത. സോച്ച് എന്ന് പറഞ്ഞാൽ ചിന്ത. സോച്ചിന ചിന്തിക്കുക. സോച്ച് ചിന്ത. 3 പേരുടെയും ചിന്ത അലഗ് അലഗത്തി. അലഗ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാവുക. അലഗ് അലഗത്തി വ്യത്യസ്തമായിരുന്നു. ഇനി അതില് ഓരോരുത്തരെ കുറിച്ചും പറയാണ്. പഹലേക്കെ സാമനെ അഗർ കോയി ഉൽജൻ ഹോത്തി തോ വോ ഫൗറൻ ഹി ഉസെ സുൽജാനെ കി കോശിഷ് കർത്തി, കിസി കി രാഹ് നഹി ദേഖ്തി തി. 3 പേരുടെയും ചിന്ത വ്യത്യസ്തമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇതിൽ ഓരോരുത്തരുടെയും സ്വഭാവം എന്തായിരുന്നു എന്ന് പറയാണ്. പഹലിക്കെ സാമനെ അഗർ കോയി ഉൽജൻ ആത്തി തോ. ഒന്നാമത്തെ മത്സ്യത്തിന് മുമ്പിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ വോ ഫൗറൻ ഹി ആ ഒന്നാമത്തെ മത്സ്യം ഉടനെ തന്നെ ഉസെ സുൽജാനേക്ക് കോശിഷ് കർത്തി അത് പരിഹരിക്കാൻ ശ്രമിക്കും. കിസിക്ക് രാഹ് നഹി ദേഖ്തി തി. ആരെയും വെയിറ്റ് ചെയ്യുമായിരുന്നില്ല, ആരെയും കാത്തിരിക്കുമായിരുന്നില്ല. പഹലിക്കെ സാമനെ പഹല എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ, ആദ്യത്തെ എന്നർത്ഥം. പഹലിക്കെ സാമനെ ആദ്യത്തെ മത്സ്യത്തിന് മുമ്പിൽ. സാമനെ എന്നൊക്കെ പറഞ്ഞാൽ മുന്നിൽ. പഹലിക്കെ സാമനെ ആദ്യത്തെ മത്സ്യത്തിന് മുമ്പിൽ. അഗർ കിസി ഉൽജൻ ഹോത്തി തോ. അഗർ എന്ന് പറഞ്ഞാൽ എങ്കിൽ. നമ്മൾ ഇംഗ്ലീഷിൽ ഈഫ് എന്നൊക്കെ പറയല്ലോ, എങ്കിൽ. അഗർ കോയി ഉൽജൻ എന്ന് പറഞ്ഞാൽ പ്രതിസന്ധി. പഹലിക്കെ സാമനെ അഗർ കോയി ഉൽജൻ ഹോത്തി തോ. ഹോന എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക. ഹോന
ഉണ്ടാവുക. പഹലിക്കെ സാമ്നെ ഒന്നാമത്തെ മത്സ്യത്തിന് മുമ്പിൽ അഗർ കോയി ഉൽജൻ ഹോത്തീത്തോ വല്ല പ്രതിസന്ധിയും ഉണ്ടായാൽ, കോയി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എന്നർത്ഥം. കോയി ഉൽജൻ ഹോത്തീത്തോ വല്ല പ്രതിസന്ധിയും ഉണ്ടായാൽ, വോ ആ മത്സ്യം ഫൗറൻ ഹി ഉടനെ തന്നെ, പെട്ടെന്ന് തന്നെ, ഫൗറൻ ഫൗറൻ എന്ന് പറയുമ്പോൾ അറബിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഫൗറൻ, ഉടനെ പെട്ടെന്ന് എന്നുള്ള അർത്ഥത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. വോ ഫൗറൻ ഹി ആ മത്സ്യം ഉടനെ തന്നെ, ഉസേ സുൽജാനേക്ക് കോശിഷ് കർത്തി ആ ഒരു പ്രതിസന്ധി, സുൽജാന എന്ന് പറഞ്ഞാൽ പരിഹരിക്കുക, ഉസേ സുൽജാനേക്ക് കോശിഷ് കർത്തി ആ ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കും. കൂശിഷ് കർണ എന്ന് പറഞ്ഞാൽ ശ്രമിക്കുക, പരിശ്രമിക്കുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഒന്നാമത്തെ മത്സ്യത്തിന് മുമ്പിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അതെന്ത് ചെയ്യും? വേഗം ആ ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുക. കിസിക്ക് രാഹ് നഹി ദേഖ്തി തി എന്ത് ചെയ്യൂല? ആരെയും വെയിറ്റ് ചെയ്യൂല. കിസിക്ക് രാഹ് ദേഖ്ന, രാഹ് ദേഖ്ന എന്ന് പറഞ്ഞാൽ ഒരു മുഹാവറയാണ്, ഒരു ഇടിയമാണ്. എന്താ അർത്ഥം? ഇന്തിസാർ കർണ എന്നർത്ഥം. രാഹ് ദേഖ്ന എന്ന മുഹാവറയുടെ അർത്ഥം ഇന്തിസാർ കർണ. ഇന്തിസാർ കർണ എന്ന് പറഞ്ഞാൽ എന്താ? വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ മത്സ്യത്തിന് മുമ്പിൽ അഗർ കോയി ഉൽജൻ ഹോത്തീത്തോ വല്ല പ്രതിസന്ധിയും ഉണ്ടായാൽ, വോ ഫൗറൻ ഹി ആ മത്സ്യം ഉടനെ തന്നെ, ഉസേ സുൽജാനേക്ക് കോശിഷ് കർത്തി അത് പരിഹരിക്കാൻ ശ്രമിക്കുമായിരുന്നു. കിസിക്ക് രാഹ് നഹി ദേഖ്തി തി ആരെയും വെയിറ്റ് ചെയ്യുമായിരുന്നില്ല. രാഹ് ദേഖ്ന എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുക. കിസിക്ക് ആരെയും, രാഹ് നഹി ദേഖ്തി തി വെയിറ്റ് ചെയ്യുമായിരുന്നില്ല. രാഹ് ദേഖ്ന വെയിറ്റ് ചെയ്യുക, നഹി എന്നത് വന്നതുകൊണ്ട് വെയിറ്റ് ചെയ്യുമായിരുന്നില്ല എന്നർത്ഥം. പിന്നെയോ അതാണ് ഒന്നാമത്തെ മത്സ്യം. ഇനി രണ്ടാമത്തെ മത്സ്യം എന്താണ്? ദൂസരി മച്ഛലി ബി ഹോഷിയാർ തി ലേക്കിൻ वो सोचती थी वक्त पर जैसा होगा वैसा ही कर लिया जाएगा. രണ്ടാമത്തെ മത്സ്യവും ഒരു സമർത്ഥനായ മത്സ്യമായിരുന്നു. ദൂസരി മച്ഛലി ബി ഹുഷിയാർ തി, ഹുഷിയാർ. ദൂസര എന്ന് പറഞ്ഞാൽ പഹല ഒന്നാമത്തെ, ഫസ്റ്റ്. ദൂസര രണ്ടാമത്തെ, തീസര മൂന്നാമത്തെ, അങ്ങനെ പോകും. അപ്പോൾ ദൂസരി മച്ഛലി ബി രണ്ടാമത്തെ മത്സ്യവും ഹുഷിയാർ തി, ഹുഷിയാർ. ഹുഷിയാർ എന്ന് പറഞ്ഞാൽ സമർത്ഥൻ, നല്ല ബുദ്ധിശാലിയായിരുന്നു. ലേക്കിൻ പക്ഷേ, വോ സോച്തി തി വക്ത് പർ ജൈസാ ഹോഗ വൈസാ ഹി കർ ലിയാ ജായേഗ. രണ്ടാമത്തെ മത്സ്യം എന്തായിരുന്നു ചിന്തിക്കാറുണ്ടായിരുന്നത്? വക്ത് പർ ജൈസാ ഹോഗ വൈസാ ഹി കർ ലിയാ ജായേഗ. ആ സമയത്ത് എന്താണോ തോന്നുന്നത് അത് ചെയ്യാം. ഒന്നാമത്തെ മത്സ്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു, എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ ഉടനെ തന്നെ എന്ത് ചെയ്യും? ആ പ്രതിസന്ധി പരിഹരിക്കാനുള്ള മാർഗങ്ങൾ തേടാണ് ചെയ്യുക. എന്നാൽ രണ്ടാമത്തെ മത്സ്യം ആ സമയത്ത് ഒരു പ്രതിസന്ധി വന്നാൽ ആ സമയത്ത് എന്താണോ തോന്നുന്നത് അത് ചെയ്യും എന്നതായിരുന്നു രണ്ടാമത്തെ മത്സ്യത്തിന്റെ നിലപാട്. ദൂസരി മച്ഛലി ബി രണ്ടാമത്തെ മത്സ്യവും ഹുഷിയാർ തി, ഹുഷിയാർ സമർത്ഥനായിരുന്നു. വോ ലേക്കിൻ വോ സോച്തി തി പക്ഷേ, ലേക്കിൻ പക്ഷേ, വോ സോച്തി തി ആ രണ്ടാമത്തെ മത്സ്യം ചിന്തിക്കാറുണ്ടായിരുന്നു. എന്തായിരുന്നു ചിന്തിക്കാറുണ്ടായിരുന്നത്? വക്ത് പർ ജൈസാ ഹോഗ, വക്ത് പർ സമയത്ത്, ജൈസാ ഹോഗ എങ്ങനെയാണോ തോന്നുന്നത്, വൈസാഹി കർ ലിയാ ജായേഗ അങ്ങനെ തന്നെ ചെയ്യും. ആ പ്രതിസന്ധി വരുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നാണോ തോന്നുന്നത് അത് ചെയ്യും എന്ന ഒരു നിലപാടുള്ള ആളായിരുന്നു രണ്ടാമത്തെ മത്സ്യം. പിന്നെയോ അബീസെ പരേശാൻ ഹോനെക്ക് ക്യാ ജറൂറത്ത് ഹെ. മാത്രല്ല അബീസെ പരേശാൻ ഹോനെക്ക് ക്യാ ജറൂറത്ത് ഹെ, ഇപ്പോ മുതൽ തന്നെ ബുദ്ധിമുട്ടേണ്ട ആവശ്യം എന്താ? ആ സമയത്ത് എന്താണോ തോന്നുന്നത് ചെയ്താൽ പോരെ. നമ്മൾ നേരത്തെ തന്നെ ഒരു പ്രതിസന്ധി ഉണ്ടാവും, ആ പ്രതിസന്ധി ഇങ്ങനെ ഉണ്ടാവുന്നവരെ വരുന്നവരെ ഇങ്ങനെ വിഷമിച്ച് ഇടങ്ങാറായി നിൽക്കേണ്ട ആവശ്യം എന്താ? ആ സമയത്ത് നമുക്ക് ആ പ്രതിസന്ധി മുമ്പിലാണ്ട് വരുന്ന സമയത്ത് എന്താണ് തോന്നുന്നത് അത് ചെയ്താൽ പോരെ എന്ന് ചിന്തിക്കുന്ന മത്സ്യമായിരുന്നു രണ്ടാമത്തെ മത്സ്യം. മനസ്സിലായല്ലോ? പിന്നെ വൈസായി കർ ലിയാ ജായേഗ അബീസെ, അബീസെ, അബി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, അബീസെ ഇപ്പോൾ മുതൽ തന്നെ, പരേശാൻ ഹോനയ്ക്ക് ക്യാ ജറൂറത്ത്, പരേശാൻ ഹോന എന്ന് പറഞ്ഞാൽ വിഷമിക്കുക, സങ്കടപ്പെടുക. ഇപ്പോൾ മുതൽ തന്നെ സങ്കടപ്പെടേണ്ട ആവശ്യം എന്താ? ജറൂറത്ത് എന്ന് പറഞ്ഞ ആവശ്യം. അബീസെ പരേശാൻ ഹോനയ്ക്ക് ക്യാ ജറൂറത്ത് ഹെ, ഇപ്പോൾ മുതൽ തന്നെ വിഷമിക്കേണ്ട ആവശ്യം എന്താ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ആ പ്രതിസന്ധി നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്നാണോ തോന്നുന്നത് അതങ്ങോട്ട് ചെയ്താൽ പോരെ എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരാളായിരുന്നു രണ്ടാമത്തെ മത്സ്യം. എന്നാൽ മൂന്നാമത്തെ മത്സ്യം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു.
तीसरी मछली ये मानती थी कि जो होना है वो होकर रहेगा. മൂന്നാമത്തെ മത്സ്യം എന്തായിരുന്നു? തീസരി മച്ലിയെ മാൻതി. ഇങ്ങനെ ഈ ഒരു തത്വം അംഗീകരിക്കുന്ന ആളായിരുന്നു. എന്തെന്നാൽ ജോ ഹോനാ ഹെ വോ ഹോക്കർ രഹേഗ. എന്താണോ സംഭവിക്കേണ്ടത് അത് സംഭവിക്കുക തന്നെ ചെയ്യും. നമ്മൾ പിന്നെ അതിന്റെ പിന്നാലെ കുറെ പോയതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സംഭവിക്കേണ്ടത് സംഭവിക്കുക തന്നെ ചെയ്യും എന്ന ഒരു ചിന്താഗതിയുള്ള ആളായിരുന്നു ആര്? മൂന്നാമത്തെ മത്സ്യം. തീസരി മച്ലി മൂന്നാമത്തെ മത്സ്യം ഏ മാൻതി തി. ഇത് ഈ ഒരു തത്വം എന്ന് പറഞ്ഞാൽ ഇത് എന്ന് പറഞ്ഞാൽ ഈ ഒരു തത്വം മാൻതി തി. മാന്ന എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുക, വിശ്വസിക്കുക എന്നർത്ഥം. മൂന്നാമത്തെ മത്സ്യം ഈ ഒരു തത്വം അംഗീകരിക്കുന്ന വിശ്വസിക്കുന്ന ആളായിരുന്നു. എന്താണ് ആ തത്വം? കെ എന്ന് പറഞ്ഞാൽ എന്തെന്നാൽ എന്താണ് ആ തത്വം? ജോ ഹോനാഹെ. ഹോന എന്ന് പറഞ്ഞാൽ ആവുക അല്ലെങ്കിൽ ഉണ്ടാവുക. ജോ ഹോനാഹെ എന്താണോ ഉണ്ടാവേണ്ടത് വോ ഹോക്കർ രഹേഗ അത് ഉണ്ടാവുക തന്നെ ചെയ്യും. അതിനെന്ത് ചെയ്യില്ല, ആർക്കും ഉസേ ജോ ഹോനാഹെ വോ ഹോക്കർ രഹേഗ അങ്ങനെ എന്ത് ചെയ്യും, എന്താണോ സംഭവിക്കേണ്ടത് അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്ന അംഗീകരിക്കുന്ന വിശ്വസിക്കുന്ന ആളായിരുന്നു മൂന്നാമത്തെ മത്സ്യം. അപ്പൊ ഇതാണ് മൂന്ന് മത്സ്യങ്ങളുടെയും ചിന്ത. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു തീനോങ്കി സോച്ച് അലഗ് അലഗത്തി. മൂന്ന് പേരുടെയും ചിന്ത വ്യത്യസ്തമായിരുന്നു. അപ്പൊ ഇതാണ് ആ മൂന്ന് പേരുടെയും ചിന്താഗതി. അപ്പൊ ഒന്നാമത്തെ ആള് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, അത് പരിശ്രമിക്കുക, അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ തേടാണ് ചെയ്യുക. രണ്ടാമത്തെ മത്സ്യം എന്താണ് ചെയ്യുന്നത്? എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ എന്ത് ചെയ്യും, ഇപ്പോൾ തന്നെ എന്ത് ചെയ്യേണ്ടതില്ല, വിഷമിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെന്താ ചെയ്യുക, ജയ്സ എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് ചെയ്യാം എന്നുള്ളതാണ്. ആ സമയത്ത് നമുക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത് അത് ചെയ്യാ എന്ന് വിശ്വസിക്കുന്ന ആളായിരുന്നു രണ്ടാമത്തെ മത്സ്യം. മൂന്നാമത്തെ മത്സ്യം അങ്ങനെയൊന്നുമല്ല. എന്താണ് സംഭവിക്കേണ്ടത് എന്തായാലും സംഭവിക്കുക തന്നെ ചെയ്യും, അതിനെന്ത് ചെയ്യില്ല, ആർക്കും തടയാൻ സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ആളായിരുന്നു മൂന്നാമത്തെ മത്സ്യം. അങ്ങനെ ഏക് ദിൻ ഒരു ദിവസം ഉനോനെ കുച്ച് മച്ചേരോം കോ ദേക്ക. ഇവർ ആ മൂന്ന് മത്സ്യങ്ങളും കുച്ച് മച്ചേരോം കോ ദേക്ക കുറച്ച് മുക്കുവന്മാരെ കണ്ടു. ഏക് ദിൻ ഒരു ദിവസം ഉനോനെ എന്ന് പറഞ്ഞാൽ അവർ, ആ മൂന്ന് മത്സ്യങ്ങളും കുച്ച് മച്ചേരോം കോ ദേക്ക കുറച്ച് മുക്കുവന്മാരെ കണ്ടു. ഓ ബാത്തേം കർ രഹേത്തെ അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ മുക്കുവന്മാരെന്ത് ചെയ്യായിരുന്നു, സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ബാത് കർണ എന്ന് പറഞ്ഞാൽ സംസാരിക്കുക. ഓ ബാത്തേം കർ രഹേത്തെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് അവർ സംസാരിച്ചു കൊണ്ടിരുന്നത്? ഇസ് താലാബ് മേ ബഹുത് അച്ചി മച്ലിയാം ഹൈ. ഈ കുളത്തിൽ ഒരുപാട് മത്സ്യങ്ങളുണ്ട്. ഇസ് താലാബ് മേ ഈ കുളത്തിൽ ബഹുത് അച്ചി മച്ലിയാം ഹൈ ഒരുപാട് മത്സ്യങ്ങളുണ്ട്. ഇനെ പക്കടന ചാഹിയെ ഈ മത്സ്യങ്ങളെയൊക്കെ പിടിക്കണം. പക്കടന എന്ന് പറഞ്ഞാൽ പിടിക്കുക. ഇസ് താലാബ് മേ ബഹുത് അച്ചി മച്ലിയാം ഹൈ ഈ കുളത്തിൽ അവരുടെ സംസാരമാണ്, ഈ മുക്കുവന്മാരുടെ സംസാരം ഈ മത്സ്യങ്ങൾ കുളത്തിൽ നിന്നുകൊണ്ട് കേൾക്കാണ്. എന്താണ് അവർ സംസാരിക്കുന്നത്? ഇസ് താലാബ് മേ ബഹുത് അച്ചി മച്ലിയാം ഹൈ ഈ കുളത്തിൽ ഒരുപാട് മത്സ്യങ്ങളുണ്ട്. ഇനേം പക്കടിന ചാഹിയെ അവയൊക്കെ എന്ത് ചെയ്യണം, പിടിക്കണം എന്നാണ് അവരുടെ സംസാരം. മച്ചേരോം കി ബാത്ത് സുൻകർ പഹലി മച്ലി പാനി കെ ബഹ്തെ ധാരെ കെ സാത്ത് ദൂസരെ താലാബ് മേ ചലി ഗയി. ഈ മുക്കുവന്മാരുടെ സംസാരം കേട്ടിട്ട് മച്ചേര എന്ന് പറഞ്ഞാൽ മുക്കുവൻ, അതിന്റെ ജമ്മാണ് മച്ചേരോം കി ബാത്ത് സുൻകർ മുക്കുവന്മാരുടെ സംസാരം കേട്ട്. ബാത്ത് എന്ന് പറഞ്ഞാൽ സംസാരം, ബാത്ത് കർണ സംസാരിക്കുക, ബാത്ത് എന്ന് പറഞ്ഞാൽ സംസാരം, സുന്ന എന്ന് പറഞ്ഞാൽ കേൾക്കുക. മച്ചേരോം കി ബാത്ത് സുൻകർ മുക്കുവന്മാരുടെ സംസാരം കേട്ടിട്ട് പഹലി മച്ലി ഒന്നാമത്തെ മത്സ്യം, ആദ്യത്തെ ആ മത്സ്യം എന്ത് ചെയ്തു? പാനി കെ ബഹ്തെ ധാരെ കെ സാത്ത് വെള്ളത്തിന്റെ ആ ഒഴുകുന്ന ആ ധാരയോടൊപ്പം ദൂസരെ താലാബ് മേ ചലി ഗയി വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഒരു കുളത്തിൽ നിന്ന് അപ്പുറത്തൊക്കെ കുളമുണ്ട്. അപ്പൊ ഒരു കുളത്തിൽ നിന്ന് മറ്റേ കുളത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്,
വെള്ളം ഒഴുകുന്നുണ്ട്. ഇവർ 3 പേരും ഒരു കുളത്തിലാണുള്ളത്. മറ്റു കുളത്തിലേക്കൊക്കെ ഈ കുളത്തിൽ നിന്ന് വെള്ളം ഒഴുകുന്നുണ്ട്. അപ്പോൾ ഈ മുക്കുവന്മാര് ഇതിൽ കുറെ മത്സ്യങ്ങളുണ്ടെന്നും ആ മത്സ്യങ്ങളൊക്കെ പിടിക്കണം എന്നൊക്കെ പറയുന്ന സംസാരം കേട്ടപ്പോൾ എന്ത് ചെയ്തു? ഒന്നാമത്തെ മത്സ്യം പാനിക്ക് ബഹ്തേ ധാരേക്ക് സാത്ത്, വെള്ളത്തിന്റെ ബഹ്ന എന്ന് പറഞ്ഞാല് ഒഴുകുക എന്നർത്ഥം. പാനിക്ക് ബഹ്തേ ധാരെ, വെള്ളത്തിന്റെ ആ ഒഴുകുന്ന ധാരയോടൊപ്പം, വെള്ളത്തിന്റെ ജലധാരയോടൊപ്പം എന്ത് ചെയ്തു? ദൂസരെ താലാബ് മേ ചലി ഗയി, അടുത്ത കുളത്തിലേക്ക് എന്ത് ചെയ്തു? ആ വെള്ളത്തിന്റെ ഒഴുക്കിനോടൊപ്പം പോയി. ചൽന ജാല എന്ന് പറഞ്ഞാല് ചൽ ജാന, പോവുക എന്നർത്ഥം. ദൂസരി മച്ഛലീനെ ബി മച്ചേരോ കി ബാത്തേം സുനെ, രണ്ടാമത്തെ മത്സ്യവും മുക്കുവന്മാരുടെ സംസാരം കേട്ടു. ദൂസരി മച്ഛലീനെ ഭി, രണ്ടാമത്തെ മത്സ്യവും മച്ചേരോ കി ബാത്തേം സുനെ, സുന്ന കേൾക്കുക, മച്ചേരോ കി ബാത്തേം മുക്കുവന്മാരുടെ സംസാരം, സുനെ രണ്ടാമത്തെ മത്സ്യവും കേട്ടു. ഓർ സോച്ച, അങ്ങനെ രണ്ടാമത്തെ മത്സ്യം ചിന്തിച്ചു. എന്താണ് ചിന്തിച്ചത്? പഹലെ ഉനേം ആനെ തോ തബ് ജൈസ ടീക് സംജൂങ്കി കർലൂങ്കി. പഹലെ ഉനേം ആനെ തോ ദോ, ആദ്യം അവർ വരികയാണെങ്കിൽ, പഹലെ എന്ന് പറഞ്ഞാൽ ആദ്യം, ഉനേം ആനെ തോ ദോ, അവർ ഇങ്ങോട്ട് ഇറങ്ങാൻ, നമ്മളെ മത്സ്യം പിടിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി വരികയാണെങ്കിൽ, ജൈസ ടീക് സംജൂങ്കി കർലൂങ്കി, എന്താണോ ശരി എന്ന് തോന്നുന്നത് അത് ചെയ്യും എന്ന് ചിന്തിച്ചു. ജൈസ എന്താണോ, ടീക്ക് എന്ന് പറഞ്ഞാൽ ശരി, എന്താണോ ശരി എന്ന് തോന്നുന്നത്, സംജൂങ്കി സംജന എന്ന് പറഞ്ഞാൽ മനസ്സിലാകുക. അപ്പൊ ജൈസ ടീക്ക് സംജൂങ്കി, എന്താണ് ശരി എന്ന് മനസ്സിലാകുന്നത്, കർലൂങ്കി അത് ചെയ്യും എന്നെന്ത് ചെയ്തു? രണ്ടാമത്തെ മത്സ്യം ചിന്തിച്ചു. തീസരി മച്ഛലീനെ ബി യേ ബാത് സുനി, മൂന്നാമത്തെ മത്സ്യം എന്ത് ചെയ്തിട്ടുണ്ട്? മുക്കുവന്മാരുടെ സംസാരം കേട്ടു. തീസരി മച്ഛലീനെ ബി, മൂന്നാമത്തെ മത്സ്യവും യേ ബാത് സുനി, ഈ സംസാരം കേട്ടു. ഈ സംസാരം, ഇസ് താലാബ് മേ ബഹുത് അച്ഛി മച്ഛലിയാം ഹെ, ഇനിയും പക്കടനെ ചാഹിയെ എന്ന് മുക്കുവന്മാർ പറഞ്ഞല്ലോ. ആ സംസാരം മൂന്നാമത്തെ മത്സ്യവും കേട്ടു. ലേക്കിൻ ഉസ്നെ കോയി പരേശാനി സാഹിർ നഹി കി, പക്ഷേ സംസാരം കേട്ടെങ്കിലും ആ മൂന്നാമത്തെ മത്സ്യം, ലേക്കിൻ ഉസ്നെ, പക്ഷേ ആ മൂന്നാമത്തെ മത്സ്യം അത് കോയി പരേശാനി സാഹിർ നഹിക്ക്, ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും പ്രകടിപ്പിച്ചില്ല. കോയി പരേശാനി സാഹിർ കർണ, ബുദ്ധിമുട്ട് എന്ത് ചെയ്യുക? പരേശാനി പ്രയാസം, ദുഃഖം, സാഹിർ കർണ പ്രകടിപ്പിക്കുക. കോയി പരേശാനി സാഹിർ നഹിക്ക്, ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും പ്രകടിപ്പിച്ചില്ല. ജോ ഹോനാ ഹെ വോ തോ ഹോഗാ ഹി, സംഭവിക്കേണ്ടത് സംഭവിക്കും. ഉസേ കോൻ റോക് സക്താ ഹെ, ആർക്കാണ് അതിനെ തടയാൻ സാധിക്കുക? സംഭവിക്കേണ്ടത് എന്തായാലും സംഭവിക്കും, അതിനെ ആർക്കാണ് തടയാൻ സാധിക്കുക എന്ന് ചിന്തിച്ചിട്ട് എന്ത് ചെയ്തു? അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്തത്. ഉസേ കോൻ റോക്ന, റോക്ന എന്ന് പറഞ്ഞാൽ തടയുക, റോക് സക്ത, സക്ന എന്ന് പറഞ്ഞാൽ സാധിക്കുക എന്നർത്ഥം. അപ്പൊ അതിനെ ആർക്കാണ് തടയാൻ സാധിക്കുക? അതായത് സംഭവിക്കേണ്ടത് സംഭവിക്കുമല്ലോ, അതിനെ ആർക്കും തടയാൻ സാധിക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? മൂന്നാമത്തെ മത്സ്യം അവിടെ തന്നെ നിന്നു. അങ്ങനെ ജൈസാക്കെ ഡർത്ത, ജൈസ എങ്ങനെയായിരുന്നു, ഒക്കെ ഡർത്ത പേടിച്ചിരുന്നത്, അതേപോലെ ഈ മത്സ്യങ്ങൾ പേടിച്ചിരുന്നത് പോലെ, ഡർ എന്ന് പറഞ്ഞ പേടി, ജൈസാക്കെ ഡർത്ത മത്സ്യങ്ങൾ പേടിച്ചിരുന്നത് പോലെ തന്നെ, മച്ചേരെ ദൂസരേ ഹി ദിൻ ജാൽ ലേക്കർ ആ പഹുഞ്ചേ, ആദ്യത്തെ ദിവസം അവരിങ്ങനെ വന്നിട്ട് സംസാരിക്കുകയാണ്, ഇതിൽ കുറെ മത്സ്യങ്ങളുടെ പിടിക്കൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ തന്നെ എന്ത് ചെയ്തു? ഒന്നാമത്തെ മത്സ്യം എന്ത് ചെയ്തു? അങ്ങനെ അടുത്ത അടുത്ത കുളത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു പോയി. രണ്ടാമത്തെ മത്സ്യം എന്ത് ചെയ്തു? അവര് വരുമ്പോ എന്ത് ചെയ്യാ, എന്താണ് ശരിയെന്ന് തോന്നുന്നത് ചെയ്യാന്ന് പറഞ്ഞു. മൂന്നാമത്തെ മത്സ്യം എന്ത് ചെയ്തില്ല? ഒന്നും ചിന്തിച്ചില്ല, ഒരു ബുദ്ധിമുട്ട് പ്രയാസം ഒന്നും പ്രകടിപ്പിച്ചില്ല. എന്ത് ചെയ്തു? അവിടെ തന്നെ സംഭവിക്കാണ്ട് സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെ ദൂസരേ ഹി ദിൻ, അടുത്ത ദിവസം തന്നെ എന്താണ്, മച്ചേരെ ദൂസരേ ഹി ദിൻ മുക്കുവന്മാർ അടുത്ത ദിവസം തന്നെ ജാൽ ലേക്കർ ആ പഹുഞ്ചെ, വലയുമായി വന്നെത്തി. ജാൽ എന്ന് പറഞ്ഞ വല, ജാൽ ലേക്കർ, ലേന എന്ന് പറഞ്ഞാൽ എടുക്കുക എന്നൊക്കെ അർത്ഥം. ജാൽ ലേക്കർ വലയും എടുത്ത് ആ പഹുഞ്ചെ വന്നെത്തി. ആന എന്ന് പറഞ്ഞ വരിക, പഹുഞ്ചന എന്ന് പറഞ്ഞ എത്തുക. അപ്പൊ രണ്ടാമത്തെ ദിവസം, അടുത്ത ദിവസം തന്നെ മുക്കുവന്മാർ വലയുമായിട്ട് കുളക്കരയിലേക്ക് വന്നു. പഹലി മച്ഛലി തോ ദൂസരെ താലാമേ ചലി ഗയി തി,
ഒന്നാമത്തെ മത്സ്യം നേരത്തെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അടുത്ത കുളത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പഹലി മച്ഛലി തോ ഒന്നാമത്തെ മത്സ്യം ദൂസരെ താലാബ് മേ രണ്ടാമത്തെ അടുത്ത കുളത്തിലേക്ക് ചലി ഗയി തി പോയിട്ടുണ്ടായിരുന്നു. ദൂസരി മച്ഛലി രണ്ടാമത്തെ മത്സ്യം ജാലിക്കോ ദേഖ്തേ ഹി വല കണ്ടപ്പോൾ തന്നെ എന്ത് ചെയ്തു? രണ്ടാമത്തെ മത്സ്യം എന്ത് ചെയ്തു? ഐസേ ലേറ്റ് ഗയി ജയ്സേ മർ ഗയി ഹോ, ചത്ത പോലെ അങ്ങനെ കിടന്നു. ചത്ത മത്സ്യങ്ങൾ ഇങ്ങനെ കിടക്കുമല്ലോ വെള്ളത്തിൽ, അതേപോലെ എന്ത് ചെയ്തു? ഈ വല കണ്ടപ്പോൾ തന്നെ ആ മത്സ്യത്തിന് പേടിയായി. അപ്പോൾ രണ്ടാമത്തെ മത്സ്യം എന്താ ചിന്തിക്കുന്നത്? ആ സമയത്ത് എന്താണോ ശരിയെന്ന് തോന്നുന്നു അത് ചെയ്യാമെന്നാണല്ലോ. അപ്പൊ ഈ വല കണ്ട ഉടനെ തന്നെ രണ്ടാമത്തെ മത്സ്യം എന്ത് ചെയ്തു? ചത്ത പോലെ അങ്ങനെ കിടന്നു. ദൂസരി മച്ഛലി രണ്ടാമത്തെ മത്സ്യം ജാലിക്കോ ദേഖ്തേ ഹി വല കണ്ടപ്പോൾ തന്നെ ഐസേ ലേറ്റ് ഗയി, ലേറ്റ്ന എന്ന് പറഞ്ഞാൽ കിടക്കുക, ഐസേ ലേറ്റ് ഗയി ഇങ്ങനെ കിടന്നു. എങ്ങനെ? ജയ്സെ എങ്ങനെ? മർ ഗയി ഹോ, മർജാന എന്ന് പറയുന്ന അർത്ഥം മരിക്കുക. മർ ഗയി ഹോ മരിച്ച പോലെ എന്ത് ചെയ്തു? രണ്ടാമത്തെ മത്സ്യം ഇത് കണ്ടപ്പോൾ തന്നെ, വല കണ്ടപ്പോൾ തന്നെ കിടന്നു. മച്ചേരോനെ ഉസേ ദേഖ് കർ सच मच ही मरा हुआ समझ लिया और उठाकर एक तरफ फेंक दिया. അപ്പൊ ഈ മുക്കുവന്മാരെന്ത് ചെയ്തു? അത് കണ്ടപ്പോൾ തന്നെ എന്ത് ചെയ്തു? ശരിക്കും മരിച്ചിട്ടുണ്ട്, അത് ചത്തതാണെന്ന് കരുതിയിട്ട് എന്ത് ചെയ്തു? അതിനെ അവിടെ നിന്ന് എടുത്തിട്ട് വലിച്ചെറിഞ്ഞു. മച്ചേരോനെ മുക്കുവന്മാർ ഉസേ ദേഖ് കർ ആ ചത്ത പോലെ കിടക്കുന്ന രണ്ടാമത്തെ മത്സ്യത്തെ കണ്ടിട്ട് എന്ത് ചെയ്തു? സച്ച് മച്ച് സത്യമായിട്ടും, സച്ച് മച്ച് എന്ന് പറഞ്ഞാല് സത്യമായിട്ടും, സച്ച് മച്ച് ഹി സത്യമായിട്ട് തന്നെ, മറാഹുവ സമച്ലിയ ചത്തതാണെന്ന് മനസ്സിലാക്കി. മർണ എന്ന് പറഞ്ഞാല് മരിക്കുക എന്നർത്ഥം. മറാഹുവ ചത്തതാണെന്ന് സമച്ലിയ മുക്കുവന്മാരെന്ത് ചെയ്തു? മനസ്സിലാക്കി. ഓർ ഉഠാക്കർ അതിനെ അവിടെ നിന്ന് എടുത്തിട്ട് ഏക്ക് തൊറഫ് ഫേങ്ക് ദിയ ആ കുളത്തിന്റെ ഒരു ഭാഗത്തേക്ക് എന്ത് ചെയ്തു? വലിച്ചെറിഞ്ഞു. ഫേങ്ക്ന എന്ന് പറഞ്ഞാൽ വലിച്ചെറിയുക. ഉഡാന എന്ന് പറഞ്ഞാല് അതിനെ എടുക്കുക എന്നർത്ഥം. അപ്പോൾ അതിനെ ശരിക്കും ചത്തതാണെന്ന് കരുതിയിട്ട് എന്ത് ചെയ്തു? ആ മത്സ്യത്തെ കുളത്തിൽ നിന്ന് എടുത്തിട്ട് അങ്ങോട്ട് വലിച്ചെറിഞ്ഞു, പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ഏക്ക് തൊറഫ് എന്ന് പറഞ്ഞ ഭാഗം, ഏക്ക് തൊറഫ് ഒരു ഭാഗത്തേക്ക് എന്ത് ചെയ്തു? വലിച്ചെറിഞ്ഞു. ബസ് ഉസേ മൗക്ക മിൽ ഗയ അതിനെന്ത് ചെയ്തു? ഒരു അവസരം കിട്ടി. അപ്പൊ രക്ഷപ്പെടാനുള്ള അവസരം കിട്ടി. ബസ് ഉസേ അതിന് മൗക്ക മിൽ ഗയ, മൗക്ക മിൽ എന്ന് പറഞ്ഞാൽ അവസരം ലഭിക്കുക. ആ മത്സ്യത്തിന് എന്ത് ചെയ്തു? അങ്ങനെ അതുമൂലം എന്ത് ചെയ്തു? രക്ഷപ്പെടാനുള്ള അവസരം ലഭിച്ചു. അങ്ങനെ ഓബി ആ മത്സ്യവും ചുപ്കേസെ ബഹ്തേ പാനി മേ കൂദ് ഗയി, ചുപ്കേസെ മെല്ലെ പതുക്കെ എന്ത് ചെയ്തു? മെല്ലെ, ചുപ്കേസെ എന്ന് പറഞ്ഞാൽ മെല്ലെ പതുക്കെ, ആ മത്സ്യവും എന്ത് ചെയ്തു? ഓബി ആ മത്സ്യവും ചുപ്കേസെ പതുക്കെ മെല്ലെ ബഹ്തേ പാനി മേ കൂദ് ഗയി ആ ഒഴുകുന്ന വെള്ളത്തിലേക്ക് ചാടി. കൂദ്ന എന്ന് പറഞ്ഞാല് ചാടുക. ആ വെള്ളം ഇങ്ങനെ ഒരു കുളത്തിൽ നിന്ന് മറ്റേ കുളത്തിലേക്ക് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഒഴുകി പോകുന്നുണ്ട്. അപ്പൊ ആ ഒഴുക്കിലേക്ക് എന്ത് ചെയ്തു? ആ മത്സ്യം മെല്ലെ ചാടി. എന്നിട്ടോ ഓർ ദൂസരെ താലാബ് പਹੁഞ്ച് ഗയി അങ്ങനെ ആ രണ്ടാമത്തെ കുളത്തിൽ എന്ത് ചെയ്തു? ആ രണ്ടാമത്തെ മത്സ്യവും രണ്ടാമത്തെ കുളത്തിലെത്തി. ഇപ്പൊ ഒന്നാമത്തെ മത്സ്യവും രണ്ടാമത്തെ മത്സ്യം എവിടെ ഉള്ളത്? രണ്ടാമത്തെ കുളത്തിലെത്തി. തീസരി മച്ഛലിനെ കുച്ച് സോച്ച നെ കുച്ച് കിയ എന്നാൽ മൂന്നാമത്തെ മത്സ്യം കുച്ച് സോച്ച നെ കുച്ച് കിയ ഒന്നും ചിന്തിച്ചതുമില്ല, ഒന്നും ചെയ്തതുമില്ല. മൂന്നാമത്തെ മത്സ്യം എന്താണോ സംഭവിക്കേണ്ടത് അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതിനെ ആർക്കും തടയാൻ പറ്റില്ല എന്നല്ല പറഞ്ഞത്. അങ്ങനെ എന്ത് ചെയ്തു? തീസരി മച്ഛലിനെ മൂന്നാമത്തെ മത്സ്യം കുച്ച് സോച്ച നെ കുച്ച് കിയ ഒന്നും ചിന്തിക്കുകയും ചെയ്തില്ല, ഒന്നും ചിന്തിച്ചില്ല, ഒന്നും ചെയ്തില്ല. അങ്ങനെയോ ഓർ ഓ ജാൽമെ ഫൻസ് ഗയി അങ്ങനെ ആ മൂന്നാമത്തെ മത്സ്യം വലയിൽ അകപ്പെടുകയും ചെയ്തു. ജാൽമെ ഫൻസ്ന എന്ന് പറഞ്ഞാൽ കുടുങ്ങുക, അകപ്പെടുക എന്നർത്ഥം. അങ്ങനെ മൂന്നാമത്തെ മത്സ്യം ഒന്നും ചിന്തിച്ചില്ല, ഒന്നും ചെയ്തില്ല. അങ്ങനെ എന്ത് ചെയ്തു? ആ മൂന്നാമത്തെ മത്സ്യം വലയിൽ അകപ്പെടുകയും ആ മുക്കുവന്മാരുടെ വലയിലാവുകയും ചെയ്തു. ജാൽമെ ഫൻസ്ന വലയിൽ അകപ്പെടുക, വലയിൽ കുടുങ്ങുക എന്നർത്ഥം. അപ്പൊ ഇതാണ് നമ്മുടെ ഈ പാഠം, 3 മത്സ്യങ്ങളുടെ പാഠം. അപ്പൊ ഇതിൽ നമുക്ക് കിട്ടുന്നൊരു സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരികയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുകയാണ് വേണ്ടത്. അല്ലാതെ എന്താണോ ഉണ്ടാവുന്നത് അതങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാതെ ഇരിക്കല്ല വേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ തേടുകയാണ് വേണ്ടത് എന്നൊരു സന്ദേശം കൂടിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്
ഈ ഒരു കഥയിൽ നിന്ന് ലഭിക്കുന്നത്. ഇൻഷാ അല്ലാ അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ പാഠം അവസാനിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ ബാക്കി നെക്സ്റ്റ് പാഠം നമുക്ക് പിന്നെ അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.